കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു റിലേഷൻ എന്തുവാ, അതിൻ്റെ ഡൊമൈൻ എന്തുവാ, റേഞ്ച് എന്തുവാ, ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചു. റിലേഷൻ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. റിലേഷൻ ഫ്രം എ ടു ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. നമ്മൾ റിലേഷൻ പഠിച്ചു. ആ റിലേഷൻ്റെ ഓടയുടെ പേരുകളിൽ മാത്രമേ അറിയപ്പെടുന്നത് അതിൻ്റെ റിലേഷൻ. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിയുടെ സബ്സെറ്റ്. ആ ഓടയുടെ പേരുകളിലെ ഫസ്റ്റ് എലമെൻറ്റിനെ അറിയപ്പെടുന്നത് അതിൻ്റെ ഡൊമൈൻ, സെക്കൻഡ് എലമെൻറ്റ് അറിയപ്പെടുന്നത് റേഞ്ച്, ഓൾ സെറ്റ് ബി അറിയപ്പെടുന്നത് കോഡൊമൈൻ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ദിവസം പഠിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ. A equal to write the relation R equal to set of all ordered where x cube such that x is a prime number less than 10. X is a prime number less than 10 in roster form. Write the relation R equal to set of all ordered with x cube. X is a prime number less than 10 in roster form. ഈ റിലേഷനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ ഈ തന്നിരിക്കുന്ന റൂൾ മെത്തേഡില്ല. R equal to set of all ordered where x cube. X is a prime number less than 10. അപ്പോൾ x ഒരു R എന്ന് പറഞ്ഞ റിലേഷൻ എക്സിൻ്റെ ക്യൂബ്. ഇവിടെ എക്സ് വന്നാൽ ഇവിടെ എക്സിൻ്റെ ക്യൂബ്, ഇവിടെ വൈ എന്ന് എഴുതാം. എന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചവർ വേണമെങ്കിൽ റിലേഷൻ ഒരാൾക്ക് ഇങ്ങനെ വായിക്കാം. R equal to set of all ordered എക്സ് വൈ such that y equal to x ക്യൂബ്. അപ്പോൾ വൈക്ക് ഒരു എക്സ് ക്യൂബ് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ നേരിട്ട് തന്നേക്കോ, വൈ എന്ന് കൊടുത്തിട്ടുള്ളൂ. ഈ റിലേഷനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ ഈ തന്നിരിക്കുന്ന റൂൾ മെത്തേഡ് ഇല്ല. തന്നിരിക്കുന്ന റൂൾ മെത്തേഡ് എക്സ് മാത്രം ചേർത്താണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് റൂൾ മെത്തേഡാണ്. എക്സ് ക്യൂബ്. ഇത് എക്സ് എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. ഈ എക്സ് എന്തോ ആകാം, ഒരു പ്രൈം നമ്പർ ആകാം. ലെസ് ദാൻ 10 ആയിരിക്കണം, 10ൽ കുറഞ്ഞിരിക്കണം. എക്സ് ഒരു പ്രൈം നമ്പർ ആയിരിക്കണം, അത് 10ൽ കുറഞ്ഞിരിക്കണം. എക്സ് ക്യൂബ്. എക്സ് ഈസ് എ പ്രൈം. ഇപ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കാം, പക്ഷേ അത് പ്രൈം നമ്പർ ആയിരിക്കണം, 10ൽ കുറവായിരിക്കും. എന്തോ ഈ പ്രൈം നമ്പർ ഭാജ്യസംഖ്യ. അപ്പോൾ 13 ഒരു പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 13നെ 1 കൊണ്ടും 13 കൊണ്ടും മാത്രമേ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 2 കൊണ്ടോ 3 കൊണ്ടോ 4 കൊണ്ടോ ഒന്നും പറ്റത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ 11, 17 ഇതെല്ലാം പ്രൈം നമ്പറാണ്. അതിനെ വേറെ ഒന്നുകൊണ്ട് ആ സംഖ്യ കൊണ്ട് പറ്റും. അപ്പോൾ 17നെ 1 കൊണ്ടും 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 17നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 17, 17 1. വേറെ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അത്തരം സംഖ്യ അറിയപ്പെടുന്നത് പ്രൈം നമ്പർ. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 2 ആണ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2, സ്മാളസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. അപ്പോൾ ഇതിനെ ഒരു ഈ റൂൾ മെത്തേഡിനെ റോസ്റ്റർ ഫോം, ഈ റിലേഷനെ റോസ്റ്റർ ഫോം ആകാൻ R equal to set of all ordered എക്സ് ക്യൂബ്. എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. അപ്പോൾ ഇവിടെ എക്സ് വന്നാൽ അപ്പുറത്ത് എക്സിൻ്റെ ക്യൂബ് വരും. ഈ എക്സ് എന്താണെന്ന് ചോദിച്ചാൽ എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. എക്സ് ഒരു പ്രൈം നമ്പർ ആയിരിക്കണം, 10ൽ കുറവായിരിക്കണം. നോക്കാം, നമുക്ക് എക്സിന് ഓരോരോ വാല്യൂ കൊടുത്തു തുടങ്ങാം. നമുക്ക് ഇഷ്ടംപോലെ എക്സിന് ഓരോ വാല്യൂസ് കൊടുത്തു തുടങ്ങാം. എക്സിന് ഒന്നാമത്തെ വാല്യൂ കൊടുക്കാം. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2. 1 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. 1 കൊടുത്താൽ അപ്പുറത്ത് 1ൻ്റെ ക്യൂബ് വരും. 1 കൊടുക്കാൻ പറ്റത്തില്ല. 1 കൊടുക്കാൻ പറ്റില്ല. 2 കൊടുക്കാം. 2 കൊടുത്താൽ അപ്പുറത്ത് 2ൻ്റെ ക്യൂബ് വരും. 8. 2നെ 3 കൊണ്ട് ഗുണിക്കാം. 2 ഇൻറ്റു ഈ മേളിൽ കിടക്കുന്ന ഇത്രയും എണ്ണം ഇതിനെ ഗുണിക്കാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2. അടുത്ത പ്രൈം നമ്പർ 3 കൊടുക്കാം. 3 കൊടുത്താൽ 3ൻ്റെ ക്യൂബ്. 3നെ 3 കൊണ്ട് ഗുണിക്കാം. 3 ഇൻറ്റു 3 9, 9 2 27. അടുത്ത 4 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. 4 പ്രൈം നമ്പർ അല്ല, അതിൽ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊടുക്കാം. 5 പ്രൈം നമ്പറാണ്. അടുത്ത 5ൻ്റെ ക്യൂബ്. 5ൻ്റെ ക്യൂബ് എത്ര? 120. 5നെ 3 കൊണ്ട് ഗുണിക്കാം. 5 ഇൻറ്റു 5 ഇൻറ്റു 5. 5ൻ്റെ ക്യൂബ് 5 25. 5 ഇൻറ്റു 5 ഇൻറ്റു 5 25 ഇൻറ്റു 5 125. അടുത്ത 6 കൊടുക്കാനൊക്കെ 6 കൊടുക്കാനൊക്കത്തില്ല. അതായത് 6 പ്രൈം നമ്പറിൽ 6നെ 3 കൊണ്ടും 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6 കൊടുക്കാനൊക്കത്തില്ല. അടുത്ത 7 കൊടുക്കാം. 7 കൊടുക്കാം. 7 പ്രൈം നമ്പറാണ്. അപ്പോൾ അടുത്ത 7ൻ്റെ ക്യൂബ്. ഇവിടെ 7ൻ്റെ ക്യൂബ്. 7നെ 3 കൊണ്ട് ഗുണിക്കാൻ. 7 ഇൻറ്റു 7 ഇൻറ്റു 7
7 ഇൻറ്റു 7 49, 49 ഇൻറ്റു 7 343. അടുത്ത 8 കൊടുക്കാൻ പറ്റുമോ? 8 കൊടുക്കാനല്ലോ, അതായത് 8നെ 2 കൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം എന്തോ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10 കൊടുക്കാൻ പറ്റുമോ? ഇല്ല, 10 പ്രൈം നമ്പറാണ്. ആണെങ്കിൽ തന്നെ കൊടുക്കരുത്. ലെസ് ദാൻ 10, ലെസ് ദാൻ ഓർ ഈക്വൽ വന്നാലേ 10 നോക്കാനൊക്കത്തുള്ളൂ. എന്തായാലും അതും പറ്റത്തില്ല. അപ്പം R ഈക്വൽ ടു ഇത്ര എഴുതാൻ പറ്റത്തുള്ളൂ. ഇവിടെ എക്സ് ആണ്, അപ്പുറത്തെ എക്സിൻ്റെ ക്യൂബ്. എക്സിൻ്റെ ക്യൂബ് ഇവിടെ ഏത് വരുന്നു? അതിൻ്റെ ക്യൂബ്. 2 വന്നാൽ 8, 3 വന്നാൽ 27, 5 വന്നാൽ 125. 6 കൊടുക്കാൻ പറ്റത്തില്ല, അതിൻ്റെ ക്യൂബ്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എഴുതാൻ പറഞ്ഞാൽ ചോദിച്ചിട്ടില്ല. ഡൊമൈൻ ചോദിക്കുവാണെങ്കിൽ റോസ്റ്റർ ഫോം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. ഡൊമൈൻ 2, 3, 5, 7, റേഞ്ച് 8, 27, 125, 343. അപ്പോൾ ഡൊമൈനായി, റേഞ്ചായി. അപ്പോൾ ഇതുപോലെ എഴുതാം. ഇനി ചിലപ്പോൾ ഇനി ആരോട് ഈ റിലേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്ന റിലേഷൻ ഇത് R. ഏത് റിലേഷൻ? ഇപ്പോൾ R എന്ന് പറഞ്ഞ റിലേഷൻ നമുക്ക് ഇവിടെ കിട്ടി. ഇതിനെ ആരോ ഡയഗ്രം വരച്ച് സൂചിപ്പിക്കാൻ പറയും. ഈ റിലേഷനെ ആരോ ഡയഗ്രം. നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഇത് അതിൻ്റെ റോസ്റ്റർ ഫോമാണ്. നമുക്ക് തന്നിരിക്കുന്ന റൂൾ മെത്തേഡ് നമ്മളതിനെ റോസ്റ്റർ ഫോം ആക്കി. ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ ആരോ ഡയഗ്രം എഴുതാൻ പറയും. ആരോ ഡയഗ്രം തന്നിരിക്കുന്ന റിലേഷൻ്റെ ആരോ ഡയഗ്രം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിതിനെ ആദ്യത്തെ സെറ്റ് A എന്ന് വിചാരിച്ചു. A, B. ടു 3 5 7. അടുത്ത 8 27 125 343. രണ്ടിൽ നിന്ന് 8 ഈ ഓടയുടെ വരെ എഴുതുന്നവരെ ഇങ്ങനെ ആറുമായിട്ട് സൂചിപ്പിച്ചാൽ റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്ക് 6. ഈ 6 വരെ ഇവിടെ 6 എഴുതാം. 3 നിന്ന് 27 5 നിന്ന് 125 7 നിന്ന് 343. അപ്പോൾ ഈ തന്നിരിക്കുന്ന റിലേഷൻ തന്നെ എന്തോ ചെയ്യാം? തന്നിരിക്കുന്ന റിലേഷൻ തന്നെ നമുക്ക് ആരോ ഉപയോഗിച്ച് വരയ്ക്കാം. ഇതിനറിയപ്പെടുന്നത് ആരോ ഡയഗ്രം. ഈ ഓടയുടെ പേര് എഴുതുന്നതിന് പോകാം 2 നിന്ന് 8 അപ്പോൾ ഇവിടെ 2 നിന്ന് 8 ഒരു ക്രോസ് വരച്ചാൽ മതി. 3 നിന്ന് 27. അപ്പോൾ അതിനറിയപ്പെടുന്നത് ആരോ ഡയഗ്രം. അപ്പോൾ റൂൾ മെത്തേഡ് എഴുതുന്നതിന് റോസ്റ്റർ ഫോം എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ആരോ വരച്ചും സൂചിപ്പിക്കാം. അങ്ങനെ ഏത് റിലേഷൻ്റെയും ഡൊമൈനും റേഞ്ചും നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ റിലേഷൻ എന്തോന്നാണ് പഠിച്ചത്? അടുത്ത നമ്മൾ പഠിക്കുന്നത് ഫങ്ഷൻസ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തോന്നുന്നു. ഇപ്പോൾ എ എന്ന് പറഞ്ഞ റിലേഷൻ നമ്മൾ പഠിച്ചു. എ എന്ന് പറഞ്ഞൊരു സെറ്റ് 2 3 4. ബി എന്ന് പറഞ്ഞൊരു സെറ്റ് 5 6 7 8. ഞാൻ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എഴുതാൻ പോകാം. എന്ന് പറഞ്ഞാൽ എയിലെ ചില എലമെൻറ്റ്സിൽ ബിയിലെ ചില എലമെൻറ്റ്സുമായിട്ട് ബന്ധമുണ്ട്. 2 6 എയിലെ 2 ബിയിലെ 6 ബന്ധം. അടുത്ത 3 5 4 8. എയിലെ 2 ബിയിലെ 6 ബന്ധം. എയിലെ 3 ബിയിലെ 5 ബന്ധം. എയിലെ 4 ബിയിലെ 8 ബന്ധം. അപ്പോൾ എയിലെ ബിയിലെ എലമെൻറ്റ്സ് തമ്മിലുള്ള ബന്ധം എഴുതിയിട്ടിരിക്കുന്നത് എ ബി. എയിലെ 2 ബിയിലെ 6 ബന്ധം. എയിലെ 3 ബിയിലെ 5 ബന്ധം. എയിലെ 4 ബിയിലെ 8 ബന്ധം. ഇതിന് ആരോ ഡയഗ്രം ഉപയോഗിച്ചൊക്കെ നമ്മൾ വരയ്ക്കാൻ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇനി എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ a function f from a to b is a relation from a to b such that every element of a is related to one and only element in b. എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ ആയിരിക്കും എഴുതിയിട്ടേക്കുന്നതാണ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ such that every element of a is related to one and only element in b. എയിൽ എല്ലാ എലമെൻറ്റിനും ബിയിൽ ഒരു എലമെൻറ്റുമായിട്ട് മാത്രം ബന്ധമുണ്ടെങ്കിൽ അത്തരം റിലേഷൻ അറിയപ്പെടുന്ന ഫംഗ്ഷൻ. 2 കാര്യങ്ങളാണ്. ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എയിൽ എല്ലാ എലമെൻറ്റും കാണണം. ഈസ് റിലേറ്റഡ് ടു വൺ ആൻഡ് ഒൺലി എലമെൻറ്റ് ഇൻ ബി എന്ന് പറഞ്ഞാൽ 2നും 3നും 4നും അപ്പുറത്ത് ബന്ധം കാണണം. 1ന് പോലും ഒന്നിലധികം അംഗങ്ങളുമായിട്ട് ബന്ധം കാണരുത്. നമുക്ക് 2ന് ഏതുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ? 6 കണ്ടോ. 3ന് 5 4ന് 8 എല്ലാത്തിനും ഉണ്ടോ? 2നും 3നും 4നും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒന്നിലധികം അംഗങ്ങളായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ റിലേഷൻ എന്തോന്നാണ്? ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ റിലേഷൻ എങ്ങനെയാണ് ഫംഗ്ഷൻ എന്ന് നോക്കാം. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മുമ്പേ റിലേഷൻ ആയിരിക്കും. പാരോ ഡയഗ്രം വരച്ചാൽ എ ബി. ഏതാ? 2 3 4. ബി 5 6 7 8. 2 നിന്ന് 6 2 നിന്ന് 6 3 നിന്ന് 5 4 നിന്ന് 8. അപ്പോൾ ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്ന റിലേഷൻ ഒരു
ഫംഗ്ഷൻ നോക്കട്ടെ ഇത്രയേ ഉള്ളൂ. എല്ലാ എലമെൻറ്റിനും റിലേഷൻ ഉണ്ടോ? 2-നും 3-നും 4-നും ഒക്കെ ബന്ധമുണ്ട്. ഉണ്ട്. 2-ന് 6-ഉമായിട്ട്, 3-ന് 5-ഉമായിട്ട്, 4-ന് 8-ഉമായിട്ട്. ഏതെങ്കിലും എലമെൻറ്റിന് ഒന്നിലധികം അംഗങ്ങളുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. 2-ന് 6-ഉമായിട്ട് മാത്രമേ ഉള്ളൂ, 3-ന് 7-ഉമായിട്ട് മാത്രമേ ഉള്ളൂ, 5-ഉമായിട്ട് മാത്രം, 4-ന് 7-ഉമായിട്ട് മാത്രമേ ഉള്ളൂ, 8-ഉമായിട്ട് മാത്രം. അതുകൊണ്ട് ഈ റിലേഷൻ എന്തോന്നാണ്? ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മുമ്പേ നിങ്ങൾ നോക്കേണ്ടത് ഒരു റിലേഷൻ ആയിരിക്കും. ആ റിലേഷൻ 2 പ്രത്യേകതകൾ കാണണം. ഇതൊക്കെയാണ്. ഒന്ന്, എയിലെ എല്ലാ എലമെൻറ്റും ബന്ധം കാണണം. 2, എയിൽ ഒരു എലമെൻറ്റ് പോലും ബിയിൽ ഒന്നിലധികം അംഗങ്ങളുമായിട്ട് ബന്ധം കാണരുത്. അങ്ങനെയാണെങ്കിൽ അത്ര റിലേഷൻ അറിയപ്പെടുന്ന ഒരു ഫംഗ്ഷൻ എന്നാണ്. ഇനി ഈ 2-ൻ്റെ ഇമേജ് ഏതെന്ന് ചോദിച്ചാൽ 6. 2-ൻ്റെ ഇമേജ് ആയത് 6, 3-ൻ്റെ ഇമേജ് 5, 4-ൻ്റെ ഇമേജ് 8. ഒരു സെറ്റിൻ്റെ ഇമേജ്, 2-ൻ്റെ ഇമേജ്, അപ്പോൾ ഏത് എലമെൻറ്റുമായിട്ടാണോ ബന്ധം വരുന്നത് അതിനെ അറിയപ്പെടുന്നത് ഇമേജ്. 2-ൻ്റെ ഇമേജ് ഏതാണെന്ന് ചോദിച്ചാൽ 3-ൻ്റെ ഇമേജ് ഏതാണെന്ന് ചോദിച്ചാൽ 5, 4-ൻ്റെ ഇമേജ് ഏതാണെന്ന് ചോദിച്ചാൽ 8. അപ്പോൾ 2-ൻ്റെ ഇമേജ് 6, 3-ൻ്റെ ഇമേജ് 5, 4-ൻ്റെ ഇമേജ് 8. അപ്പോൾ ഏത് എലമെൻറ്റുമായിട്ടാണോ ബന്ധം വരുന്നത് ആ എലമെൻറ്റ് എന്താ അറിയപ്പെടുന്നത്? ഇമേജ്. അപ്പോൾ 2-ൻ്റെ ഇമേജ് ഏതാണെന്ന് ചോദിച്ചാൽ 6. 2-ന് ഏത് എലമെൻറ്റുമായിട്ടാണ് ബന്ധം? 6-ആയിട്ട്. 3-ൻ്റെ ഇമേജ് ഏതെന്ന് കേട്ടാൽ 5, 4-ൻ്റെ ഇമേജ് ഏതാണെന്ന് വെച്ചാൽ 8. ആ ഏത് എലമെൻറ്റുമായിട്ടാണോ ബന്ധം വരുന്നത് അതിനെ അറിയപ്പെടുന്നത് ഇമേജ്. അപ്പോൾ റിലേഷൻ്റെ വേറൊരു ഫംഗ്ഷൻ്റെ വേറൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ റിലേഷൻ ഫ്രം എ ടു ബി ഈസ് എ ഫംഗ്ഷൻ ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ ഹാസ് യുണീക്ക് ഇമേജ്. എയിലെ എല്ലാ എലമെൻറ്റും എന്തുമായിരിക്കണം? യുണീക്ക് ഇമേജ്. യുണീക്ക് എന്ന് പറയുന്നത് ഒരേ ഒരു ഇമേജ് മാത്രമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരേ ഒരു എലമെൻറ്റ്, ഈ ബന്ധം വരുന്ന എലമെൻറ്റിനെ നമ്മൾ അറിയപ്പെടുന്ന ഇമേജ് എന്ന്. അപ്പോൾ ഒരേ ഒരു ഇമേജിനെ കാണാവും എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എലമെൻറ്റുമായിട്ട് ബന്ധം കാണാവും. അതിനെ എന്ത് അറിയപ്പെടുന്നത്? ഫംഗ്ഷൻ. അപ്പോൾ എയിലെ എല്ലാ എലമെൻറ്റ്സിനും ബിയിലെ, ഇനി എയിലേക്കും ബിയിലേക്കുള്ള റിലേഷനിൽ എയിലെ റിലേഷനിൽ ഒന്നാമത്തെ എലമെൻറ്റ് അറിയപ്പെടുന്നത് ഡൊമൈൻ. അപ്പോൾ ഡൊമൈൻ ഏതാ? സെറ്റ് 2, 3, 4. ഒന്നാമത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ തന്നെ ആയിരിക്കും, എല്ലാ എലമെൻറ്റും ബന്ധം ഉണ്ടാകും. അടുത്ത ഈ ബി അറിയപ്പെടുന്ന കോഡൊമൈനാണ്. കോഡൊമൈൻ ഏതാ? അതുപോലെ ഈ രണ്ടാമത്തെ എലമെൻറ്റ് അറിയപ്പെടുന്ന റേഞ്ച്, RANG. ഇമേജ് സെറ്റിന് 6, 5, 8 അതിനെ അറിയപ്പെടുന്ന രണ്ടാമത്തെ എലമെൻറ്റ് അറിയപ്പെടുന്ന റേഞ്ച്, മുമ്പത്തെ പോലെ. ഈ ബി അറിയപ്പെടുന്നത് കോഡൊമൈൻ. അപ്പോൾ എ അറിയപ്പെടുന്നത് ഡൊമൈൻ, ബി അറിയപ്പെടുന്നത് കോഡൊമൈൻ. ഈ ഇമേജ് മാത്രം എലമെൻറ്റ് 5, 6, 8 മാത്രം അറിയപ്പെടുന്നത് റേഞ്ച്. ഇമേജ് ആയിട്ട് വരുന്ന എലമെൻറ്റിനെ മാത്രം അറിയപ്പെടുന്നത് റേഞ്ച് എന്ന്. അപ്പോൾ ഡൊമൈൻ ഉണ്ട്, കോഡൊമൈൻ ഉണ്ട്, റേഞ്ച് ഉണ്ട്. ഡൊമൈൻ, കോഡൊമൈൻ, റേഞ്ച്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തോ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ ആയിരിക്കണം. സച്ച് ദാറ്റ് എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു വൺ ആൻഡ് ഓൺലി എലമെൻറ്റ് ഇൻ ബി. എയിലെ എല്ലാ എലമെൻറ്റിനും ബിയിലെ ഒരു എലമെൻറ്റുമായിട്ട് മാത്രം ബന്ധമുണ്ട്. അത്തരം റിലേഷൻ എന്ന് പറയപ്പെടുന്നത് ഫംഗ്ഷൻ. അപ്പോൾ എഴുതിയിട്ടേക്കുന്ന ഒരു ഫംഗ്ഷൻ. ഇനി നമുക്ക് ചിലപ്പോൾ ഫംഗ്ഷൻ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും പറയുന്നത്, ഒറ്റ വാക്കിലേ പറയത്തുള്ളൂ. f(x) = 2x + 3. നമ്മളിപ്പോൾ പഠിച്ച ഇങ്ങനെ ഓടേറ്റ് പാരാട്ടാക്കി എഴുതണമെന്നൊക്കെയാണ് ഫംഗ്ഷന്. ഓടേറ്റ് പാരാട്ട് എഴുതുമ്പോൾ ആദ്യത്തെ എലമെൻറ്റ് റേഞ്ചും, അല്ല ആദ്യത്തെ എലമെൻറ്റ് ഡൊമൈനും, രണ്ടാമത്തെ എലമെൻറ്റ് കോഡൊമൈനും, അടുത്ത റേഞ്ചും അങ്ങനെയൊക്കെ പഠിച്ചത്. പക്ഷേ ഇനി ഫംഗ്ഷൻ പറയുമ്പം ഇതുപോലെ ഒറ്റ വരിയെ പറയത്തുള്ളൂ. f(x) = 2x + 3 അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അതെന്തോന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്ര ഇങ്ങനെ ഓടേറ്റ് പാരാട്ട് എഴുതുന്നതിന് പകരം, ഇത്ര ഇങ്ങനെ ഓടേറ്റ് പാരാട്ട് എഴുതുന്നതിന് പകരം ചുരുക്കി എങ്ങനെ എഴുതും? അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഇത് തന്നെ നോക്ക്, ഇതൊരു ഫംഗ്ഷനാണ് എഫ്. ഫംഗ്ഷൻ എല്ലാം ആറിന് വരെ എഫ് എഴുതുന്നത്. എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷനാണ് ഇങ്ങനെ എഴുതുന്നത്, എഫ് ഫ്രം എ ടു ബി. ഇപ്പോൾ f(x) = 2x + ഇതിനെ ഓടേറ്റ് പേർ ആക്കണം, അല്ലെങ്കിൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. എക്സിന് ഒന്നാമത്തെ വാല്യൂ കൊടുക്കണം 1. എക്സിന് 1 കൊടുത്ത് എത്ര? 2 × 1 + 3. f(x) കാണണം. f(x) 1 ആകുമ്പോൾ 2 × 1 + 3, 2 × 1 2 + 3 5. അടുത്ത എക്സിന് 2 കൊടുക്കണം. 2 കൊടുത്താൽ f(2) 2 × 2 + 3, 2 × 2 4, 4 + 3 7. അടുത്ത 3 കൊടുത്താൽ 2 × 3 6 + 3 9. ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇതിനെ തിരിച്ച് നമുക്ക് ഇങ്ങനെ ഓടേറ്റ് വേറെ ആയിട്ട് എഴുതാം. 1 5 2 7 3 9. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇനി പോലെ ഇങ്ങനെ തരത്തുള്ളൂ. f(x) = 2x + 3 എന്നോ അങ്ങനെ അതുപോലെ തരത്തുള്ളൂ. അതിനെ ചുരുക്കി നമുക്ക് എന്തോ ആക്കാം, തിരിച്ച് ഇതുപോലെ ഓടേറ്റ് പേരുകൾ ആക്കി എഴുതുകയും ചെയ്യാം. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു റിലേഷൻ ആയിരിക്കണം. അതിലെ റിലേഷൻ മുഖാന്തരം ആദ്യത്തെ സെറ്റിലെ എല്ലാ എലമെൻറ്റിനും ബിയിൽ ഒരേ ഒരു എലമെൻറ്റുമായിട്ട് മാത്രം ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ ഹാസ് യുണീക്ക് ഇമേജ് ഇൻ ബി. എയിലെ എല്ലാ എലമെൻറ്റും ബിയിലൊരു യുണീക്ക് ഇമേജ് ആണെങ്കിൽ അത്തരം ഫംഗ്ഷൻ അത്തരം റിലേഷൻ അറിയപ്പെടുന്നത് ഫംഗ്ഷൻ. താഴൊരു ക്വസ്റ്റ്യൻ. Examine the following relations given below and state in each case giving reasons whether it is a function or not. Examine each of the following relations given below and state in each case
ഗിവ് റീസൺസ് വെദർ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓർ നോട്ട്. താഴെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓരോന്നും നോക്കി, താഴെ തന്നിരിക്കുന്ന റിലേഷൻ ഓരോന്നും നോക്കിയിട്ട് അത് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് നോക്കാൻ. ആണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ റീസൺ പറയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ആർ ഈക്വൽ ടു, ഉദാഹരണം ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ആർ ഈക്വൽ ടു സെറ്റ് ഓൾറെഡി വേർ 2 2 2 4 3 3 4 4. R equal to set ordered where 2 2 2 4 3 3 4 4. Examine each of the following relations given below and state in each case giving reasons whether it is a function or not. R equal to set ordered where 2 2 2 4 3 3 4 4. ഇതൊരു ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് നോക്കാൻ. ഫംഗ്ഷൻ ആണോ എന്തോ സംഭവിക്കണം, ഒരു എലമെൻറ്റിന് യുണീക്ക് ഇമേജ് മാത്രമേ കാണാവൂ. എല്ലാ എലമെൻറ്റിനും ഒരൊറ്റ ഇമേജ് മാത്രമേ കാണാവൂ. നോക്കി, ഇത് ഫംഗ്ഷൻ ആണെന്നല്ലേ നോക്കാൻ. 2-ന് എന്തുമായിട്ട് ബന്ധം? 2-ആയിട്ട് ബന്ധം. ഇവിടെ 2-ന് 4-ആയിട്ട് ബന്ധം. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. 3-ന് 3-ആയിട്ട് ബന്ധം, 4-ന്. ഇവിടെ 2-ന് 2-ആയിട്ട് ബന്ധം, 2-ന് 4-ആയിട്ട് ബന്ധം. അത് പറ്റുമോ? ഒരു എലമെൻറ്റിന് ഒരൊറ്റ എലമെൻറ്റുമായിട്ടേ ബന്ധം കാണാവൂ. അപ്പോൾ ഇവിടുത്തെ എയ്ക്ക് ഇവിടുത്തെ 2-ന് ഇവിടെ 2-ആയിട്ടും ഇവിടുത്തെ 2-ന് ഇവിടെ 4-ആയിട്ട് ബന്ധം, 2 എലമെൻറ്റുമായിട്ട് ബന്ധം. അതുകൊണ്ട് ഇത് ഫംഗ്ഷൻ ആണോ? അതുകൊണ്ട് ഇതെന്തോ അല്ല, ഫംഗ്ഷൻ അല്ല. സിൻസ് ദ ഗിവൺ റിലേഷൻ ഈസ് നോട്ട് എ ഫംഗ്ഷൻ. കാര്യം എന്തുവാ? സിൻസ് ദ എലമെൻറ്റ് 2 ഇൻ ദ ഡൊമൈൻ ഹാസ് 2 ഇമേജസ്. ഇതിന് 2 ഇമേജ് ഉണ്ട്. 2-ന്റെ ഇമേജ് ഏതൊക്കെയാണ്? 2-ഉം 2-ന്റെ ഇമേജ് 4. 3-ഉം 4-ഉം കറക്റ്റാണ്. 3-ന് 3-ആയിട്ട് മാത്രം, 4-ന് 4-ആയിട്ട് മാത്രം. അപ്പോൾ ഇതിന് 2 ഇമേജ് ഉണ്ടായുണ്ട്. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്തുവാ? ഇഫ് ഈച്ച് എലമെൻറ്റ് ഇൻ എ ഹാസ് യുണീക്ക് ഇമേജസ് ഇൻ ബി. എയിൽ എല്ലാ എലമെൻറ്റും ബിയിൽ യുണീക്ക് ഇമേജ് ആയിരിക്കണം. പക്ഷേ ഇവിടെ യുണീക്ക് ഇമേജ് ആണോ? അല്ല. 2-ന് 2-ആയിട്ടും 2-ന് 4-ആയിട്ടും ബന്ധം. അതുകൊണ്ട് ഇതെന്തോന്നല്ല, ഒരു ഫംഗ്ഷൻ അല്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ. ആർ ഈക്വൽ ടു സെറ്റ് 2 1 3 1 4 2. ആർ ഈക്വൽ ടു സെറ്റ് ഓൾറെഡി 2 1 3 1 4 2. ഇതൊരു ഫംഗ്ഷനാണ്. 2-ന് 1-ആയിട്ട് മാത്രം ബന്ധം, 3-ന് 1-ആയിട്ട് മാത്രം ബന്ധം, 4-ന് 2-ആയിട്ട് മാത്രം. നോക്കണം, എല്ലാ എലമെൻറ്റും ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. 2-ന് 1-ആയിട്ട് മാത്രം ബന്ധം, 3-ന് 1-ആയിട്ട് മാത്രം ബന്ധം, 4-ന്. അതുകൊണ്ട് എന്താണ്? സിൻസ് ദ ഗിവൺ റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ. സിൻസ് കാരണം എന്താ? എവരി എലമെൻറ്റ് ഹാസ് യുണീക്ക് ഇമേജ്. എല്ലാ എലമെൻറ്റും എന്തോ മാത്രമേ ഉള്ളൂ? യുണീക്ക് ഇമേജ് മാത്രമേ ഉള്ളൂ. 2-ന് 1-ആയിട്ട് മാത്രം ബന്ധം, 3-ന് 1-ആയിട്ട് മാത്രം ബന്ധം, 4-ന് 2-ആയിട്ട് മാത്രം ബന്ധം. അതുകൊണ്ട് ഈ റിലേഷൻ എന്തോന്നാണ്? ഈ റിലേഷൻ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷൻ ആണെന്നോ നോക്കുന്നത് എങ്ങനെയാണ്? എയിലെ എല്ലാ എലമെൻറ്റിനും അല്ലെങ്കിൽ ആദ്യത്തെ സെറ്റിലെ എലമെൻറ്റ്സിനെല്ലാം ഒറ്റ ഇമേജ് മാത്രമേ ഉള്ളെങ്കിൽ അതെന്തോ ആയിരിക്കും? ഫംഗ്ഷൻ ആയിരിക്കും. ബാക്കി അടുത്ത ദിവസം.